ഒന്ന്, ഇസ്രായേലിനെ ഞാൻ സകല ജാതിക്കും ഭാരമുള്ള കല്ലാക്കും. രണ്ട്, അവനെ ചുമക്കുന്നവനെല്ലാം കഠിനമായ മുറിവേൽക്കും. ഇങ്ങനെ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരിക്കും, കഠിനമായ മുറിവേൽക്കും. സകല ജാതിക്കും ഭാരമാ. ശരിയാണ്, ഇന്ന് സകല ജാതിക്കും ഭാരമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇസ്രായേലിന്റെ ഇന്നാണ് സൈനിക കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. നല്ല പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം അവൻ നടത്തി പാവപ്പെട്ടവർ കൊടുക്കുകയാണ്. ലോകത്തിൽ ഇതുവരെയുള്ള എല്ലാ ആഗോള വ്യാപകമായ എല്ലാ സ്വാധീനതയിൽ അവരാ ഉണ്ടായത്. ഒരു ദിവസം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, സകല മാനവും മഹത്വമൊക്കെ നിന്റെ കുഞ്ഞുങ്ങൾക്കാ. എന്താ അത് കിട്ടിയത്? ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച മതനേതാവെന്ന് ലോകം വിശേഷിപ്പിച്ച നമ്മുടെ മശിഹാ തമ്പുരാൻ യഹൂദനായിട്ടാ ജനിച്ചത്. ഇവിടെ യേശു യഹൂദനാണ്. ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച രാഷ്ട്രീയ രംഗത്തിൽ തലയുയർത്തി നിൽക്കുന്ന കമ്മ്യൂണിസം എന്ന മഹത്തേറിയ പ്രസ്ഥാനം എഴുതിയുണ്ടാക്കിയ ക്യാരൽ മാക്സ് യഹൂദനാണ്. ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച വൻ സ്ഫോടന ശക്തിയുള്ള ആറ്റമിക് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദനാണ്. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ശാസ്ത്രീയ രംഗത്തും യഹൂദന് പ്രാധാന്യം കൊടുത്ത് രഹസ്യം അവൻ ദൈവത്തിന്റെ ജനമാണ്. എന്തെല്ലാം പ്രശ്നം പിന്നീട് ഉണ്ടായി, എത്ര യുദ്ധം. നമ്മൾ ചോദിച്ചാൽ അത്ഭുതപ്പെട്ടു. ലോക ചരിത്രത്തിൽ തൂത്തു തുടച്ചു മാറ്റാനൊക്കാത്തൊരു യുദ്ധമുണ്ട്. അത് 1967 യുദ്ധമാണ്. 1967 അറബി രാഷ്ട്രങ്ങൾ, 6 അറബി രാഷ്ട്രം ചേർന്നാണ് ഈ പാവപ്പെട്ടവനെ ആക്രമിച്ചത്. 6 അറബി രാഷ്ട്രം കൊണ്ട് ചേർന്നു. അതിന്റെ ലീഡർ ഈജിപ്തിന്റെ ഭരണാധികാരിയായ നാസർ പറഞ്ഞ വാക്യതെന്നറിയാമോ? 5 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന രാജ്യം ഞങ്ങൾ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും. പ്രഖ്യാപനം കേട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സ്നേഹിക്കുന്നവർ അട്ടഹസിച്ചു. യഹൂദനെ സ്നേഹിക്കുന്നവന്റെ ചങ്കുരുകി. ശക്തരായ രാഷ്ട്രങ്ങളാണ് ഈജിപ്ത്, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്. ഇത്രയും 6 രാഷ്ട്രങ്ങൾ ചേർന്ന് ഈ കേരളത്തിന്റെ പകുതി വലുപ്പമുള്ളവനെ വട്ടം വളഞ്ഞു വെച്ചടിച്ച്. നിങ്ങൾ പറഞ്ഞാൽ കേട്ടാൽ തന്നെ നമുക്കൊരു നാണക്കേട് തോന്നും. പണ്ടൊരു മഹാൻ പറഞ്ഞ പോലെ രണ്ട് എലികള് തെരുവിലിരുന്ന് എന്തോ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ കാട്ടാനെ അങ്ങോട്ട് പോയി. കാട്ടാനെ ചെന്നാളാ മൂഷ്യ എണീറ്റ് പോടാന്ന് പറഞ്ഞു. ആനയെ കണ്ടോണ്ട് വരണ്ട് ഓടി. അപ്പൊ ഓടിയോന്നെ ഒരേ എലി പറയാ, എടാ അങ്ങനെ പോയാൽ ശരിയാണ്. അവൻ നമ്മളെ മൂഷിയാന്ന് വിളിച്ചിട്ട് അവനൊന്ന് കൊടുത്തിട്ടേ പോകാം, നമുക്ക് അവനൊന്ന് കൊടുക്കാടാ എന്ന് പറഞ്ഞ അങ്ങ് എരപ്പിക്കുക. എന്നെ മെച്ചം പറയാം, പോട്ടറാ. നമ്മൾ 2 പേര് കൂടി ഒരുത്തനെ തല്ലിയെന്ന് കേട്ടാ നാണക്കേട്. നമ്മൾ 2 പേര് കൂടി, അവൻ ഒരുത്തനേ ഉള്ളൂ, നമ്മൾ 2 പേര് കൂടി ആ ആനയെ തല്ലിയെന്ന് പറഞ്ഞാൽ നാണക്കേട്. അതുകൊണ്ട് വിട്ടേരെ. ഇതേ സംഭവം 6 രാഷ്ട്രങ്ങൾ അങ്ങോട്ട് വളഞ്ഞങ്ങോട്ട് വെച്ചു. ലോകം മുഴുവൻ ഞെട്ടി വിറച്ചു. ലോകരാഷ്ട്രം ഇസ്രായേൽ എന്ന രാജ്യം തുടച്ചു മാറ്റുമെന്ന് ചിന്തിച്ചു. ഈജിപ്റ്റാണ് ലീഡിങ്. ഈജിപ്റ്റ് ഉണ്ട്, സിറിയയുണ്ട്, ജോർദാനുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇറാനുണ്ട്, ഇറാഖുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സഖ്യകക്ഷികളുടെ സൈന്യം 2,30,000 പേർ. 2,30,000 സൈന്യം ഇസ്രായേലിന്റെ 4 സൈഡിലും അങ്ങോട്ട് നീണ്ടു. 1000കണക്കിന് ഫ്ലൈറ്റുകൾ റെഡിയായി. സൂയസ് കനാലിൽ യുദ്ധക്കപ്പലുകൾ അസംഖ്യമായി ഒഴുകിക്കൊണ്ടിരുന്നു. ലോകരാഷ്ട്രം മുഴുവൻ ഈ സംഭവം നോക്കിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1967 ജൂൺ മാസം 5-ാം തീയതി സൈറനടിച്ചു. ഫ്ലൈറ്റുകൾ പൊങ്ങി ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്ത്രം ഒരുക്കി. ലോകരാഷ്ട്രം ഞെട്ടിപ്പോയി. ഇസ്രായേൽ ഇപ്പം കരിയില കത്തുന്ന പോലെ കത്തുവെന്ന് അറബി രാഷ്ട്രങ്ങൾ പറഞ്ഞു. ഒരു ചുക്കും നടന്നില്ല. പ്രിയമുള്ളവര്, നടന്നെന്തെന്നറിയാമോ? ആദ്യത്തെ 20 നിമിഷത്തിനുള്ളിൽ ആ ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകൾ ഉയരത്തിൽ പൊങ്ങിയെന്നറിയാം. ഈജിപ്തിൽ സൂക്ഷിച്ചിരുന്ന 400ഓളം യുദ്ധ ഫ്ലൈറ്റുകൾ ആ സൈനിക താവളത്തിൽ വെച്ച് തന്നെ പുകച്ചു കളഞ്ഞു. ഒറ്റ ഫ്ലൈറ്റ് മേളോട്ട് പൊങ്ങിയില്ല. സംഭവം എന്താണെന്ന് ആർക്കും അറിഞ്ഞു. ലോകം കിടുകിട വിറപ്പിച്ച റഷ്യക്കോ അമേരിക്കയ്ക്കോ അഭിമാനിക്കാൻ കഴിയാത്തൊരു യുദ്ധമാണ്. എന്താ സംഭവം എന്നറിഞ്ഞൂടാ. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകൾ പൊങ്ങിയെന്നറിയാം, ചെതറി പറന്നെന്നറിയാം. സംഭവം എന്നറിഞ്ഞുകൂടാ. ഈ സഖ്യകക്ഷികളുടെ 400-ലധികം യുദ്ധ ഫ്ലൈറ്റുകൾ യുദ്ധത്തിനായി അതിന്റെ അലാറം കിട്ടിയാലുടനെ ബോംബുമായി പൊങ്ങാൻ കിടന്നവന് ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ ആ റേഡിയേഷൻ രശ്മി കൊണ്ട് അതിന്റെ മിഷൻ കത്തിച്ചു പുകച്ചു കളഞ്ഞു. മാത്രമാണോ ഇവന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുമോ? ചെതറിയോടി. ഈ 23 ലക്ഷം, ഈ 2,30,000-ലധികം സൈന്യം വളഞ്ഞു വെച്ചടിച്ചതാണ്. അവര് ചെതറിയോടി. എല്ലാവരും ജീവനും കൊണ്ടോടി. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ? സിറിയ പേടിച്ചുപോയി തലസ്ഥാനം ദമസ്കോസ് പിടിക്കുമോന്ന്, ഇറാഖ് പേടിച്ചുപോയി ബാഗ്ദാദ് പിടിക്കുമോന്ന്. എല്ലാവരും വരണ്ടു. എല്ലാവരും കൂടെ ഓടി. യുദ്ധം 5 ദിവസമേ നിന്നുള്ളൂ. UNO അഭയം തേടി. അയ്യോ, ഈ യുദ്ധമൊന്ന് നിർത്തണമേ എന്ന് മനുഷ്യൻ ഞെട്ടിപ്പോയി.
കേരളത്തിന്റെ പകുതി വലിപ്പമുള്ള ഈ രാജ്യത്തെ അതിശക്തരായ 6 അറബി രാഷ്ട്രങ്ങൾ കയറി ആക്രമിച്ചിട്ട് കീഴടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതെല്ലാം തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളതാണ്. യെരൂശലേമേ, നിന്നെ തൊടുന്നവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്ന പോലാണ്. അതിനുശേഷം വലുതും ചെറുതുമായ അനേക യുദ്ധങ്ങൾ ഉണ്ടായി. അവരുടെ മുൻപിൽ ആർക്കും നിൽക്കാനൊക്കുന്നില്ല. ഇതെല്ലാം പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. നിങ്ങളിൽ ഒരുവൻ 1000 പേരെ ഓടിക്കും, നിങ്ങൾ 2 പേർ ചേർന്നാൽ 10,000 പേരെ ഓടിക്കും. വാക്കുകളുടെ നിവൃത്തിക്കായി ഇത് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സൈനിക ശക്തി അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ ഒക്കുന്നില്ല. അമേരിക്ക വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അമേരിക്കയ്ക്ക് ഇവനൊരു പേടിയാണ്. യുഎൻഒ ഉണ്ട്, പണ്ട് കോഫി അന്നനാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കടുങ്കാപ്പിയും കുടിച്ചു മൂലയിലിരിക്കും. അല്ല, പാകിസ്ഥാൻകാരനെയോ സിലോൺകാരനെയോ പാവപ്പെട്ട ഇന്ത്യക്കാരനെയോ ഒക്കെ വരട്ടാൻ നടക്കും. അവിടെ ചെന്നാൽ അവൻ പറയും, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. രാസായുധം ഉണ്ടാക്കുമെന്ന് ഇറാഖ് വരട്ടിയപ്പോൾ പറഞ്ഞു, അവനുണ്ടാക്കിയാൽ, സിറിയ ഉണ്ടാക്കിയാൽ, അവനുണ്ടാക്കുന്നതിന് മുമ്പ് അവന്റെ സൈനിക താവളം ഞങ്ങൾ പൊളിക്കും, അവന്റെ റിസർച്ച് സെന്റർ ഞങ്ങൾ പൊളിക്കും. അയ്യോ, പൊളിക്കരുത്, അത് നടക്കത്തില്ല, ഉണ്ടാക്കിയാൽ ഞങ്ങൾ പൊളിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. ഇതുവരെ ലോകത്തിൽ ഉടമ്പടി ചെയ്ത് നിയമത്തിൽ നിലനിൽക്കാത്ത ഒരു ജാതിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരുടെ ആ യുദ്ധം നമ്മൾ നോക്കിയാലേ ക്ലിന്റൺ ഇടപെട്ടു. ഇവിടെ പ്രിയപ്പെട്ട അമേരിക്കൻ പഴയ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, പ്രശസ്തനായ ക്ലിന്റൺ ഇടപെട്ടിട്ട് പാലസ്തീൻ നേതാവിനെയും ഈ ഇസ്രായേൽ നേതാവിനെയും കൂടെ സംബന്ധിച്ചു കൊണ്ടെന്ന് ഒരു സമാധാന സന്ധി. അപ്പോൾ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ അപ്പനായ അബ്രഹാം മരിച്ചപ്പോൾ ഇസഹാക്കും ഇസ്മായേലും കൂടെ ചേർന്നാണ് അടക്കം ചെയ്തത്. അതുകൊണ്ട് തുറന്നുള്ള എല്ലാ കാര്യത്തിലും നമുക്കൊന്നായി തന്നെ നിൽക്കാം. അന്ന് രാത്രി പാലസ്തീനിൽ ബോംബിട്ടു. അതാണ് നമ്മൾ ഒന്നാണ്, നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞേച്ച് തിരിഞ്ഞു നിന്നിച്ച് സൈനാധിപനോട് പറഞ്ഞു അവനെ അടിച്ചു പൊളിച്ചേക്കാൻ. കാരണം എന്നറിയാമോ? ദൈവം തമ്പുരാനോടല്ലാതെ ഭൂതലത്തിൽ ഒരു മനുഷ്യനോട് ഇവൻ നിയമത്തിൽ നിലനിൽക്കത്തില്ല, യാതൊരു സംശയവുമില്ല. അവനെക്കുറിച്ച് കുറെ പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ഇന്ന് അവനൊരു ഭാരമായി തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തത്, അവന്റെ കാർഷിക മേഖല വലിയ അത്ഭുതമാണ്. വർഷങ്ങളോളം അറബികൾ ഒട്ടകത്തെ കെട്ടുകയും മുക്കുവൻ വലവിരിക്കുകയും മൂങ്ങ കുടിവാർക്കുകയും ചെയ്ത ശാപപൂരിതമായ ഭൂമി ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫലപുഷ്ടമായ ഏദൻ പോലെയായി. രഹസ്യം എന്തെന്നറിയാമോ? എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ പ്രവാചകൻ ഇസ്രായേൽ മലകളെ നോക്കി പറഞ്ഞു, മലകളെ, എന്റെ ജനം മടങ്ങി വരുവാൻ കാലം തികഞ്ഞതുകൊണ്ട് നിന്റെ കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കാൻ. അവിടെ ഉണ്ടാകുന്ന ഒരു തക്കാളിക്ക ഞാൻ അടുത്ത കാലത്ത് ഒരു ബുക്കിൽ വായിച്ചു, 300 ഗ്രാം തൂക്കമുണ്ടെന്ന് ഒരു തക്കാളിക്ക. നമ്മുടെ നാട്ടിലോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തക്കാളിക്ക 30 അണവും തൂക്കുന്നവനും കൂടെ കയറിയിരുന്നാലേ 300 ഗ്രാം ആകും. അതാണ് പ്രത്യേകത. വെറും പാഴ് മരുഭൂമി അവൻ വെള്ളം ഒഴിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ വായിച്ച് അത്ഭുതപ്പെട്ടു. കാര്യം പണ്ട് നമ്മുടെ 2 അപ്പന്മാര് ഒരു മുന്തിരിക്കൊല കമ്പെ തൂക്കിക്കൊണ്ടുപോയി എന്നൊക്കെ വായിക്കാൻ നമുക്ക് അത്ഭുതം തോന്നിയില്ല. ഒരു മുന്തിരിക്കൊല അടുത്ത യോശുവായും കാലയും ഭയങ്കര മനുഷ്യരാ, സ്വർഗീയ മന്ന ഭക്ഷിച്ച നല്ല ബലവാന്മാരാ. നമ്മുടെ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 8-10 എന്ന് പറഞ്ഞ് നടക്കുന്നവരൊന്നുമല്ല. കാച്ചത് കുടിച്ച് ബലമില്ലാതെ അയ്യോ 10 എന്ന് പറയുന്നല്ല, ഭയങ്കര കരുത്തന്മാരാ. യുദ്ധത്തിന് പോകാനും വരാനും. വയസ്സ് 85 കാലിബ് പറഞ്ഞു കേട്ടാ ഞെട്ടിപ്പോ. വയസ്സ് 85. എനിക്ക് വയസ്സ് 85. 45 വർഷം മുമ്പ് പോയ അതേ ബലം എനിക്കുണ്ട്. യുദ്ധത്തിന് പോകണോ? ഞാൻ പോകാം. മല കയറണോ? ഞാൻ കയറാം. പിന്നെ യോശുവായെ മാറ്റണോ? യോശുവായും ബലവാനാണ്. ഈ 2 അപ്പന്മാർ ബലവാന്മാർ ചേർന്ന് ഒരു മുന്തിരിക്കൊല അടത്തിക്കൊണ്ടുവന്നെന്ന് വായിച്ചാൽ ഓർത്തെ, ഒരു വലിയ മുന്തിരിക്കൊല, ഒരു ലോഡ് ഇങ്ങനെ കളിച്ചാൽ ഒരു 2 കിൻഡൽ കാണും. ഒരു 2 കിൻഡൽ, ഒരു 200 കിലോ തൂക്കം കാണും. ഒരു കമ്പെ വെച്ച് കെട്ടി അപ്പന്മാര് പാളയത്തിൽ കൊണ്ടുവന്ന ഒരു രംഗം യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ഓർത്തുകൊള്ളണം, സംഖ്യാപുസ്തകത്തിലുണ്ട്. ഓർത്തുകൊള്ളണം ദൈവമക്കളെ, അവിടുത്തെ ഫലപുഷ്ടി എങ്ങനെയാണ്. ഇപ്പൊ അവിടുത്തെ കാർഷിക മേഖലയൊക്കെ കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖല സംഭവം യാദൃശ്യമാണോ? അറബി ഒട്ടകത്തെ കെട്ടാതെയും മുക്കുവൻ വല വിരിച്ചു കുറുക്കൻ കുടി വാർത്തും മൂങ്ങ രാവാർത്തും കിടന്ന ശാപിക്കപ്പെട്ട ഭൂമിയെ നീ ഫലപുഷ്ടമായതിന്റെ രഹസ്യമെന്ന് BC 2700 പ്രവാചകനായ എസെക്കിയേൽ പറഞ്ഞു. ഇസ്രായേൽ പർവ്വതമേ, എന്റെ ജനം മടങ്ങി വരുവാൻ കാലം തികഞ്ഞതുകൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി നീ ഫലം കായ്പി. നിവർത്തിയിലെത്തിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അവന്റെ സമ്പത്ത് നമുക്ക് നോക്കാം. ചാവുകടൽ, ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ചാവുകടൽ. ആ ചാവുകടൽ ബ്രിട്ടീഷുകാർ അരിച്ചു പെറുക്കി ഉപ്പിനും ഉണ്ണിമാങ്ങായ്ക്കും കൊള്ളാത്ത ഉപ്പാണെന്ന് പറഞ്ഞിച്ചു പോയവന്മാര്.
അതിനകത്തങ്ങ് ഒരു ചുക്കുമില്ലായിരുന്നു ദൈവമക്കളെ. 10 പൈസയുടെ മുതലില്ലായിരുന്നു. പക്ഷെ അവിടെ ഇസ്രായേൽ വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ തോളിലെടുത്ത് നിന്റെ ദേശത്ത് കൊണ്ടുവരും. അപ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വന്നു ചേരും. ഇപ്പോൾ ഇസ്രായേൽ ദേശത്ത് വന്ന ശേഷം ഈ ചാവുകടലിൽ അവർ റിസർച്ച് ചെയ്തപ്പോൾ വിലപ്പെട്ട രത്നങ്ങൾ, വിലപ്പെട്ട വസ്തുക്കളാണ് ആറ്റമിക് ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ആ വിലയേറിയ യുറേനിയം, തോറിയം, പ്രൊട്ടറ്റീനിയം, മാഗ്നീഷ്യം, ഇങ്ങനെ വിലപ്പെട്ട ധാതു ലവണങ്ങൾ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. സംഭവം യാദൃശ്യമാണോ? അല്ല. പ്രവാചകൻ പറഞ്ഞു, ഇസ്രായേലേ, നീ നിന്റെ ദേശത്ത് വരുമ്പോൾ, നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് വരും. ഇനി അടുത്തത് സക്രിയാവിന്റെ വാക്കിൽ നമ്മൾ വായിച്ചു, നിന്നെ ചുമക്കുന്നവൻ കഠിനമായ മുറിവേൽ. ഇസ്രായേലിനെ ചുമക്കാൻ പോയവനെല്ലാം മുറിവേറ്റു. ഉദാഹരണമാണ് നമ്മുടെ അമേരിക്കയുടെ അഭിമാന സ്തംഭമായ വേൾഡ് ട്രേഡ്. ഭീകരവാദത്തിന്റെ ആളിക്കത്തുന്ന തീക്കുള്ളിൽ നിന്ന് കത്തിപ്പോയി. ദേശത്തെ മാന്യനായ ഒരുവനെ ആ കവലയിൽ വെച്ച് തെരുവിലെ ഒരു തെണ്ടിയായവൻ അടിച്ചു മുൻപല്ല് കളയുന്ന അതേ അവസ്ഥയാണ് അമേരിക്കയ്ക്ക് വന്നത്. അമേരിക്ക വലിയ അഭിമാനമായി ലോകത്തിന്റെ പോലീസാന്നൊക്കെ പറഞ്ഞു നടന്നു. ഒരുത്തനടാ ഇവിടെ നിന്ന് പേർഷ്യയിൽ നിന്നൊരു തീനാളം പൊങ്ങി അമേരിക്കയുടെ അഭിമാന സ്തംഭവും അവരുടെ ഭരണ നയതന്ത്രം അല്ലെങ്കിൽ ഭരണം നടത്തുന്ന പെന്റഗണും കത്തിച്ചു കളഞ്ഞു. സംഭവം യാദൃശ്യമാണോ ദൈവമക്കളെ? ലോകം ഞെട്ടിപ്പോയി. ഭീകരവാദത്തിന്റെ ആളിക്കത്തുന്ന തീനാളത്തിന്റെ മുമ്പിൽ അമേരിക്ക മുട്ടുമടക്കേണ്ടി വന്നു. രഹസ്യം എന്തെന്നറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് 2500ഓളം വർഷങ്ങൾക്ക് മുൻപ് 450ഓളം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ സക്കര്യാവ് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ചുമക്കുന്നവർ കഠിനമായ മുറിവേറ്റു. ദൈവമക്കളെ, അഭിമാനമായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ഭരണതന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന അവരുടെ പെന്റഗൺ നശിച്ചു. വേൾഡ് ട്രേഡ് തീക്കിരയായി. ഇന്ന് ഒരു പേടി സ്വപ്നമാണ്. കാരണം അവൻ ഇസ്രായേലിനെ ചുമക്കാൻ